ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. BSNL ഉപഭോക്താക്കൾക്ക് തിരിച്ചടി. 197 രൂപ പ്രീപെയ്ഡ് പ്ലാനിന്റെ ആനുകൂല്യങ്ങൾ കമ്പനി വെട്ടിക്കുറച്ചു. പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് 197 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിന്റെ വാലിഡിറ്റിയും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചു. നേരത്തെ 70 ദിവസമുണ്ടായിരുന്ന പ്ലാൻ വാലിഡിറ്റി 54 ദിവസമായി കുറച്ചപ്പോൾ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പരിമിതപ്പെടുത്തി. SMS ഡാറ്റ ഉപയോഗം എന്നിവയിലും BSNL മാറ്റം വരുത്തിയിട്ടുണ്ട്. BSNLന്റെ 197 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിൽ പ്രതിദിനം 2 GB അതിവേഗ ഡാറ്റ, പരിധിയില്ലാത്ത വോയിസ് കോളിംഗ്, ദിവസവും 100 SMS എന്നിവ മുൻപ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നു. 15 ദിവസത്തേക്കായിരുന്നു ഈ കോർ ആനുകൂല്യങ്ങൾ കമ്പനി നൽകിയിരുന്നത്. ഈ ആനുകൂല്യങ്ങൾ 15 ദിവസം കൊണ്ട് അവസാനിച്ചാലും 70 ദിവസം സിം കാർഡിന് ആക്റ്റീവ് വാലിഡിറ്റി ഉപഭോക്താക്കൾക്ക് BSNL നൽകിയിരുന്നു. ഇത് വളരെ കുറഞ്ഞ ചെലവിൽ സിം ദീർഘകാലത്തേക്ക് ആക്റ്റീവാക്കി നിലനിർത്താൻ സഹായിക്കുന്നതായിരുന്നു. 197 രൂപയുടെ പുതുക്കിയ പ്രീപെയ്ഡ് പ്ലാനിൽ വലിയ മാറ്റങ്ങളാണ് BSNL കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്ലാനിന്റെ ആകെ വാലിഡിറ്റി 70 ദിവസത്തിൽ നിന്ന് 54 ദിവസമായി വെട്ടിക്കുറച്ചു. പ്ലാനിൽ ഇപ്പോൾ ആകെ 4 GB ഡാറ്റയെ നൽകുന്നുള്ളൂ. മുൻപത്തെ അൺലിമിറ്റഡ് കോളിംഗിന് പകരം 300 മിനിറ്റ് വോയിസ് കോളിംഗ് ആണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഓഫർ കാലത്തേക്ക് ആകെ 100 SMS മാത്രമേ ഉപഭോക്താവിന് ലഭിക്കുകയുള്ളൂ. അതേസമയം ഇതേ വിലയ്ക്ക് അടുത്തുവരുന്ന പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകൾ വേറെയും BSNL നൽകുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് BSNL 199 രൂപ പ്ലാൻ. ഒരു മാസം കൃത്യമായി വാലിഡിറ്റി ലഭിക്കുന്ന പ്ലാനാണിത്. ഈ പ്ലാനിൽ അൺലിമിറ്റഡായി വോയിസ് കോളുകളും ദിവസവും 2 GB അതിവേഗ ഡാറ്റയും BSNL പ്രീപെയ്ഡ് വരിക്കാർക്ക് ആസ്വദിക്കാം. എല്ലാ ദിവസവും 100 സൗജന്യ SMSഉം BSNL നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്യാമറയിൽ ഞെട്ടിക്കാനൊരുങ്ങി വിവോ V60 5G സ്മാർട്ട് ഫോൺ ഓഗസ്റ്റ് 12-ന് ഇന്ത്യൻ വിപണിയിലെത്തും. 50 മെഗാപിക്സൽ പ്രൈമറി ഷൂട്ടർ, 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ലെൻസ്, 50 മെഗാപിക്സൽ 3x ടെലിഫോട്ടോ സെൻസർ എന്നിവയുള്ള ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമായിരിക്കും ഈ ഹാൻഡ്സെറ്റിൽ ഉണ്ടാകുക എന്നാണ് സൂചന. വിവോ V60 മിഡ് റേഞ്ച് ഡിവൈസ് ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. വിവോ V60ക്ക് ഇന്ത്യയിൽ 37,000 മുതൽ 40,000 രൂപ വരെ വില പ്രതീക്ഷിക്കുന്നതായാണ് റിപ്പോർട്ട്. മിസ്റ്റ് ഗ്രേ, മൂൺലൈറ്റ് ബ്ലൂ, ഓസ്പീഷ്യസ് ഗോൾഡ് എന്നിങ്ങനെ 3 നിറങ്ങളിൽ വിവോ V60 എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 17-ന് പുറത്തിറങ്ങിയ വിവോ V50യുടെ പിൻഗാമിയായാണ് വിവോ V60 എത്തുന്നത്. 1.5K റെസൊല്യൂഷനോട് കൂടിയ 6.67 ഇഞ്ച് അമോലൈഡ് ഡിസ്പ്ലേയും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എന്നിവ പുതിയ ഹാൻഡ്സെറ്റിന് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 90 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഈ ഫോൺ ആൻഡ്രോയിഡ് 16 അടിസ്ഥാനമാക്കിയുള്ള ഫൺ ടച്ച് OSൽ പ്രവർത്തിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജപ്പാനിലെ DSIയുടെയും ടൊയോട്ട മോട്ടോർ കോർപ്പിന്റെയും ഉന്നതതല പ്രതിനിധി സംഘം തിരുവനന്തപുരം ടെക്നോ പാർക്ക് സന്ദർശിച്ചു. ടെക്നോ പാർക്കിലെ ഓട്ടോമോട്ടീവ് ടെക് ആവാസ വ്യവസ്ഥ അടുത്തറിയുന്നതിനായിരുന്നു സന്ദർശനം. ടെക്നോ പാർക്കിലെ CEO റിട്ടയർഡ് കേണൽ സഞ്ജീവ് നായർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. ടെക്നോ പാർക്ക് വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ടെക് ആവാസ വ്യവസ്ഥയെക്കുറിച്ച് ഡെപ്യൂട്ടി ജനറൽ മാനേജർ വസന്ത് വരദ പ്രതിനിധി സംഘത്തിന് വിശദീകരിച്ചു. AI, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ആവാസ വ്യവസ്ഥ ഉള്ളതിനാൽ ടെക്നോ പാർക്ക് പുതിയ കമ്പനികൾക്ക് ധാരാളം അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് ജാപ്പനീസ് പ്രതിനിധി സംഘവുമായുള്ള ആശയവിനിമയത്തിനിടെ റിട്ടയർഡ് കേണൽ സഞ്ജീവ് നായർ പറഞ്ഞു. ടെക്നോ പാർക്ക് ആവാസ വ്യവസ്ഥയിൽ സാങ്കേതിക വിദ്യയും വിഭവങ്ങളും കൈമാറ്റം ചെയ്യുന്നതിലൂടെ കമ്പനികൾ തമ്മിലുള്ള ഫലപ്രദമായ സഹകരണം സാധ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിലെ കമ്പനികളുള്ള ടെക്നോ പാർക്കിന്റെ സാങ്കേതിക ആവാസ വ്യവസ്ഥയുടെ വ്യാപ്തി മതിപ്പുളവാക്കുന്നതാണെന്ന് DSI ജപ്പാൻ പ്രസിഡന്റ് കാഞ്ചി ഉയദ പറഞ്ഞു. CAD ആപ്ലിക്കേഷനുകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ആലോചിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 പതിറ്റാണ്ടായി ടെക്നോ പാർക്ക് ഫേസ് 1-ൽ പ്രവർത്തിക്കുന്ന DSI ടെക്നോളജീസ് ഓട്ടോമോട്ടീവ്, ഹെവി എഞ്ചിനീയറിംഗ്, ഗതാഗതം, എയ്റോസ്പേസ് മേഖലകളിലെ വ്യവസായങ്ങൾക്ക് ആഗോളതലത്തിൽ CAD, CAE മോഡലിംഗ് ആൻഡ് ഡിസൈനിംഗ്, CAE വിശകലനം, സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങളുടെ CG മോഡലിംഗ്, കസ്റ്റമൈസേഷൻ എന്നിവ നൽകുന്ന കമ്പനിയാണ്. സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന IT പാർക്ക് എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത് കാണുന്നത് വളരെ സന്തോഷകരമാണെന്ന് ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ ഗ്രൂപ്പ് മാനേജർ അകിനോബു വാനിബെ അഭിപ്രായപ്പെട്ടു. മൈഫിൻ TV, തിരുവനന്തപുരം. വമ്പൻ നീക്കവുമായി ടാറ്റ. ഇറ്റാലിയൻ ട്രക്ക് നിർമ്മാതാക്കളായ ഇവിക്കോയെ ഏറ്റെടുക്കാൻ ശ്രമം. ഇവിക്കോയെ വാങ്ങുന്നതിന്റെ ഭാഗമായി കമ്പനിയുടെ നിക്ഷേപകരായ
ആഗ്നേലി കുടുംബവുമായി ടാറ്റ മോട്ടോഴ്സ് ചർച്ചകൾ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. ആഗ്നേലിയുടെ നിക്ഷേപ കമ്പനിയായ എക്സോറിന്റെ കൈവശമുള്ള ഇവിക്കോയുടെ ഓഹരികൾ സ്വന്തമാക്കാനാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ശ്രമം. ഇവിക്കോയുടെ IDV പ്രതിരോധ വ്യാപാരത്തെ ബാധിക്കുന്നതല്ല ഈ കൈമാറ്റ നീക്കം. എക്സോറും ഇവിക്കോയും ടാറ്റ മോട്ടോഴ്സും വാർത്തയോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ടാറ്റ മോട്ടോഴ്സ് ഇവിക്കോ ഓഹരികൾ സ്വന്തമാക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ ഇവിക്കോയുടെ ഓഹരികളുടെ മൂല്യം 9.7% വരെ ഉയർന്നു. വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ച് ഇറ്റാലിയൻ തൊഴിലാളി സംഘടനകൾ വ്യവസായ മന്ത്രി അഡോൾഫ് ഉർസോയെ കാണുകയും ചെയ്തു. ഇറ്റലിയിലെ 14,000 പേർ ഉൾപ്പെടെ 36,000 ജോലിക്കാരുള്ള കമ്പനിയാണ് ഇവിക്കോ. ആദ്യമായാണ് ഇവിക്കോയെ സ്വന്തമാക്കാൻ ടാറ്റ മോട്ടോഴ്സ് ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇവിക്കോയുടെ 27.1% ഓഹരികളും 43.1% വോട്ടിംഗ് അധികാരവുമാണ് എക്സോറിനുള്ളത്. ട്രക്കുകൾക്ക് പുറമെ ബസ്സുകളും എഞ്ചിനുകളും നിർമ്മിക്കുന്ന കമ്പനിയാണ് ഇവിക്കോ. ടൂറിൻ ആസ്ഥാനമായുള്ള ഇവിക്കോയ്ക്ക് ഏകദേശം 42,313 കോടി രൂപ വിപണി മൂല്യമാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ടാറ്റ മോട്ടോഴ്സിന് വാണിജ്യ വിപണിയിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായിരുന്നില്ല. വാണിജ്യ വാഹന വിപണിയുടെ 42%വും 2019 ടാറ്റ മോട്ടോഴ്സിൻ്റെതായിരുന്നു. എന്നാൽ 2024-25 സാമ്പത്തിക വർഷം ഇത് 36% കുറഞ്ഞു. 2 ടണ്ണിൽ താഴെ ഭാരം വഹിക്കാൻ കഴിയുന്ന ചെറുഭാരവാഹനങ്ങളുടെ വിൽപ്പനയിലെ ഇടിവാണ് ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു. ഇവിക്കോ പോലുള്ള കമ്പനികളെ ഏറ്റെടുക്കാനായാൽ ഈ വിഭാഗത്തിലും ടാറ്റ മോട്ടോഴ്സിന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.